നമ്മളിതുപോലെയുള്ള പേഷ്യൻ്റ് നമ്മൾ വെന്റിലേറ്റർ ഇടുകയോ അങ്ങനെ അല്ല വെന്റിലേറ്റ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരിക്കലും രോഗിക്ക് പെട്ടെന്നൊരു കൊളാപ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീസസിറ്റേറ്റ് ചെയ്തില്ല. അതിനാണ് നമ്മൾ ഡു നോട്ട് റീസസിറ്റേറ്റ്, DNR എന്നൊക്കെ പറയും. 90 വയസ്സുള്ള ആൾക്കാരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, റേഡിയേഷൻ കൊടുത്തിട്ടുണ്ട് 95 വരെ. ഓക്കെ. അപ്പോൾ 45-കാരനെ നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യാതെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറ്റില്ല എന്നൊരു തിങ്കിങ് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും കൂടുതൽ ചെയ്യാൻ നോക്കുന്നത്? എപ്പോഴാണ് എൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല. ആരോഗ്യമുള്ള രോഗിയാണെങ്കിൽ നമ്മുടെ കയ്യിലെ ട്രീറ്റ്മെൻറ്റ് എല്ലാം തീർന്നു, നോ ട്രീറ്റ്മെൻറ്റ് ലെഫ്റ്റോ. അതല്ല, ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്, രോഗികളുടെ ആരോഗ്യം ഈ ട്രീറ്റ്മെൻറ്റിന് താങ്ങാൻ പറ്റുന്നില്ല. അതല്ല, ഡിസീസ് എക്സ്റ്റെൻസീവാണ്, പല അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട്. റിയൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ രോഗിക്ക് ഇനി നമുക്ക് അധികം കാലം കിട്ടത്തില്ല. നമ്മളിപ്പോൾ ചികിത്സിച്ചാൽ അത് കൂടുതൽ നെഗറ്റീവ് എഫക്ട്സേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും ആ സമയത്ത് രോഗിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്മീഡിയറ്റ് റിലേറ്റീവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കാര്യങ്ങൾ, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അതനുസരിച്ച് ഒരു കമ്പൈൻഡ് ഡിസിഷനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊണ്ട് നിർത്തിയാൽ മതി, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. ഈ സ്റ്റേജ് 4 ക്യൂർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാരെ ഒന്നും നമ്മൾ ഒരിക്കലും വെന്റിലേഷനോ അങ്ങനത്തെ അതുപോലെയുള്ള ചികിത്സകളിലേക്ക് കൊണ്ടുപോകാറില്ല. അതിന് നമ്മൾ പാലിയേറ്റീവ് പറയും. പാലിയേറ്റീവ് കെയറിൽ വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു വാക്കില്ല. ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഏകദേശം ഒരാൾക്കൊരു 6 months അല്ലെങ്കിൽ 4 months ലൈഫുള്ളൂ. അപ്പോൾ അതിൽ ആ 4 months നമുക്ക് 3 മാസവും പുള്ളിക്ക് ഒരു നോർമൽ ലൈഫ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചികിത്സയുടെ സൈഡ് എഫക്റ്റിനേക്കാൾ കുറവായിരിക്കണം എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അതാണ് ആ സമയത്തെ ചികിത്സ. അങ്ങനെ സാർ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ആരെങ്കിലും ആദ്യത്തെ ഒരു ഡിസ്കഷനിൽ ചിലപ്പോൾ തീരുമാനം ഉണ്ടായെന്ന് വരത്തില്ല, പക്ഷേ 2 പ്രാവശ്യം കാര്യങ്ങൾ പേഷ്യൻറ്റിനെ കാണുകയും അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും, അതോടുകൂടി തീരുമാനം എടുക്കും. അങ്ങനെയാണ് മുമ്പോട്ട് പോകുക.